അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ആവശ്യമായ ഏതാനും യോഗാസനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായി ചെയ്യുന്നത് ഉഷ്ട്രാസനം അഥവാ ക്യാമൽ പോസാണ്. കാൽമുട്ട് കുത്തിയാണ് നിൽക്കുന്നത്. കാൽവിരൽ കുത്തി വയ്ക്കുന്നു. അതിനുശേഷം ഉപ്പൂറ്റി നമ്മുടെ ഹീൽ പിടിച്ച ശേഷം വയറിനെ പരമാവധി മുന്നിലേക്ക് ഉന്തുകയാണ്. നോട്ടം മുകളിലേക്കാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ കാലുകൾ അല്പം അകറ്റി വയ്ക്കാം. ഈ മേഖലയിലാണ് ശ്രദ്ധ. മുപ്പത് സെക്കൻഡിന് ശേഷം നമ്മൾ മെല്ലെ തിരിച്ചു വരും. ഉഷ്ട്രാസനത്തിന് ശേഷം നമ്മൾ പോകുന്നത് സേതു ആസനത്തിലേക്കാണ്, ബ്രിഡ്ജ് പോസ്. അതും ഈ മേഖലയിലാണ് ശ്രദ്ധ. കാലുകൾ നീട്ടിയിരിക്കുക. കൈകൾ വശങ്ങളിൽ പതിച്ചു വെച്ചുകൊണ്ട് സേതു ആസനം, ബ്രിഡ്ജ് പോസിൽ ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ പരമാവധി ഉയർത്തിക്കൊണ്ടേയിരിക്കുക. നോട്ടം മുകളിലേക്കാണ്. നിങ്ങളുടെ മാക്സിമം പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ 30 സെക്കൻഡ് നേരത്തേക്ക് ദീർഘശ്വസനത്തോടെ അനങ്ങാതെ നിൽക്കുകയാണ്, മുകളിലേക്ക് നോക്കിക്കൊണ്ട്. മുപ്പത് സെക്കൻഡിന് ശേഷം മെല്ലെ തിരിച്ചു വരിക. പ്രയാസം തോന്നുന്നവർ കാലൽപ്പം അകറ്റി വെച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് സേതുവാസനം. തുടർന്ന് വരുന്നത് ചതുരാസനമാണ്, ടേബിൾ പോസ്. ടേബിൾ പോസ് എന്നത് നമ്മുടെ ശരീരത്തെ എല്ലാ ഭാഗത്തേക്കുമുള്ള രക്തപ്രവാഹം കൃത്യമായ താളത്തിലാക്കി മാറ്റാൻ വേണ്ടിയാണ്. കാലുകൾ മടക്കി വെച്ച് നമ്മൾ കറക്റ്റ് ഒരു മേശ പോലെ, അതാണ് ചതുരാസനം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ ഉയർത്തി നമ്മളെ കാണുമ്പോൾ ഒരു മേശയാണെന്ന് തോന്നണം. മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. മുട്ടുകൾ ചേർത്ത് പിടിക്കണം. മുപ്പത് സെക്കൻഡുകൾക്ക് ശേഷം മെല്ലെ നമ്മൾ തിരിച്ചു വരും.